Hello everyone, welcome to the conversation skills classes. Today we are going to look at two conversation skills, that is apologizing and inquiring for information, that is asking and giving information. Apologizing. To apologize means to express regret for something that one has done wrong. സോറി പറയുന്നതിനാണ് നമ്മൾ അപ്പോളജൈസ് ചെയ്യാന്ന് പറയാം, റൈറ്റ്? Apologies have a wonderful role to play in our life, isn't it? Telling a sorry re-established the dignity for those you hurt, and it will also help you to repair the relationship. നമ്മൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് സോറി പറയുന്നതിലൂടെ നമ്മൾ എന്താണ് ചെയ്യണം? ആ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മുറിഞ്ഞു പോയ ബന്ധങ്ങൾ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആ ബന്ധങ്ങൾ റിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോളജീസ് ഹാവ് എ വണ്ടർഫുൾ റോൾ ഇൻ അവർ ലൈഫ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് എ കപ്പിൾ ഓഫ് ഫ്രേസസ് ദാറ്റ് യു ക്യാൻ യൂസ് ഫോർ അപ്പോളജൈസിങ്. ഓക്കെ, എങ്ങനെ അപ്പോളജൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങളൊക്കെ നമുക്ക് വീണ്ടെടുക്കാം, അതിനെക്കുറിച്ചിട്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഹൗ ടു മേക്ക് ബെറ്റർ അപ്പോളജീസ്. So here are a couple of phrases and expression that you can use for making your apologies more touching and beautiful. Okay. So the first thing is the elementary thing, or that is these are the things which we use, very basic. ഓക്കെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഐ അപ്പോളജൈസ്, I'm really sorry, I'm so sorry, I owe you an apology, I would like to apologize for, എന്താണ് കാരണം എന്ന് വെച്ചാൽ അതവിടെ പറയാം. I want to apologize for അല്ലെങ്കിൽ I want to apologize to. ഓക്കെ, അപ്പോൾ I apologize എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി എന്ന് പറയുന്ന നമ്മുടെ ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു അപ്പോളജീനെ മാറ്റി നിർത്തുന്ന കുറച്ച് ടേംസാണ് ഇത്. ഓക്കെ, ഐ അപ്പോളജൈസ്, പിന്നെ ഐ എം റിയലി സോറി. സോറി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് പറയാം? ഐ ഓവ് യു എൻ അപ്പോളജി അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് എന്ന് പറയാം. ഐ വോണ്ട് ടു അപ്പോളജൈസ് ഫോർ വാട്ട് ഇസ് ദ റീസൺ ഫോർ ബീയിങ് ലേറ്റ്, അല്ലെങ്കിൽ ഫോർ ഹേർട്ടിങ് യു, അല്ലെങ്കിൽ ഐ വോണ്ട് ടു അപ്പോളജൈസ് ടു ദിസ് പേഴ്സൺ. അങ്ങനെ നമുക്ക് ടു ഫാദർ, ടു മദർ, അങ്ങനെ നമുക്ക് പറയാം. ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന ടേംസൊക്കെ നമ്മൾ ഫോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ഫോർമൽ ഒക്കേഷൻസിലൊക്കെ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദീസ് തിങ്സ്. ഇനി ഇൻഫോർമലായിട്ടാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിയർ ആൻഡ് നിയർ വൺസിനോടാണെങ്കിൽ യു ക്യാൻ യൂസ് ലൈക്ക് മൈ ഫാൾട്ട്, അത്ര മതി. ഓക്കെ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഐ എം സോറി, അത് അത്രയൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മൈ ഫാൾട്ട് ആൻഡ് ദ തിങ്സ് ഡൺ ദെയർ, ആ മീനിങ് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, മൈ മിസ്റ്റേക്ക്, മൈ ബാഡ്. മൈ ബാഡ് എന്ന് വെച്ചാൽ എന്താണ്? മൈ ബാഡ്, മൈ ഫാൾട്ട്, മൈ മിസ്റ്റേക്ക് എന്നൊക്കെ ഉദ്ദേശിച്ചാൽ ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്, പ്ലീസ് ഫോർഗീവ് മീ, അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then other than these things there are some other expression that you can use to get rid of this term called sorry. സോറീനെ മാറ്റി നിർത്തി നമുക്ക് പറയാൻ പറ്റുന്ന വേറെ കുറച്ച് എക്സ്പ്രഷൻസ്. സി, ഐ സിൻസിയർലി അപ്പോളജൈസ്. അതൊക്കെ നമ്മൾ എന്താണ്, വളരെ സിൻസിയറായിട്ട് അല്ലെങ്കിൽ വളരെ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ, അതായത് നമ്മൾ ഹാർട്ട് ടച്ചിങ് ആയിട്ട് നമ്മൾ സോറി പറയുന്ന ഒക്കേഷൻസിലൊക്കെ അല്ലെങ്കിൽ ഫോർമലായിട്ടുള്ള ഒക്കേഷൻസിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഐ സിൻസിയർലി അപ്പോളജൈസ്. ഓക്കെ, എന്താണ്, ഞാൻ റിയലി റിഗ്രറ്റ് ചെയ്യുന്നു. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ അപ്പോളജൈസ് ഫോർ ദ തിങ് ഐ ഹാവ് ഡൺ. അതാണ് ഐ സിൻസിയർലി അപ്പോളജൈസ്. Okay, then I take the full responsibility for the things I have done, so please forgive me. So അത് അങ്ങനെ നമുക്ക് പറയാം. I take the full responsibility, like I'm embarrassed or I'm ashamed of what has happened between us. ഓക്കെ, അപ്പം ഞാൻ ചെയ്തു പോയ കാര്യത്തിൽ വല്ലാതെ റിഗ്രറ്റ് ചെയ്യുന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ പറയാം, I'm embarrassed or I'm ashamed of what has happened. Or I didn't mean to. Okay, I didn't mean to do so. I didn't mean it purposefully. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ പറയാം, I didn't mean to, or I didn't do that purposefully.
Okay, then it was an accident. I'm really sorry about that. Okay, it was an accident. I didn't mean it, or I didn't do it purposefully. അങ്ങനെ കുറേ ടേംസ് ഉണ്ട് that you can use to replace the mere sorry. Okay. ഇനി ഇതൊക്കെ നമ്മൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളിപ്പം ഒരു ഫേമിനെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയോ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ആൻഡ് ഈ ആ സമയങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും മെയിൽ അയക്കാനോ അല്ലെങ്കിൽ ഫോർമൽ ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോർമലായിട്ടുള്ള കുറച്ച് അപ്പോളജീസാണ് വിച്ച് യു ക്യാൻ യൂസ് ഇൻ യുവർ മെയിൽസ് ഓർ ഇൻഫോർമൽ ലെറ്റേഴ്സ്. അതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. സി accept sincere apologies for, അങ്ങനെ നമുക്ക് പറയാം, വി ആർ ട്രൂലി സോറി ആൻഡ് ആസ്ക് യുവർ ഫൊർഗീവ്നെസ് ഫോർ സച്ച് ആൻഡ് സച്ച് തിങ്. എന്താണ് കാര്യം, മാറ്റർ അവിടെ പറയാം. ദെൻ വി എക്സ്റ്റെൻഡ് അവർ സിൻസിയർ അപ്പോളജീസ് ഫോർ, അങ്ങനെ പറയാം. വി ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റീസ് ഫോർ, ഓർ യു ക്യാൻ സേ വി ഡീപ്ലി റിഗ്രറ്റ് ദാറ്റ് ദിസ് മിസ്റ്റേക്ക് ഹാസ് എവർ ഹാപ്പൻ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ലെറ്റേഴ്സൊക്കെ എഴുതുമ്പോൾ, മെയിൽ ചെയ്യുമ്പോഴാണ് അധികമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാറുള്ളത്. അപ്പം ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും നിങ്ങളൊരു ആപ്ലിക്കേഷൻ അയക്കുക, അതിലൊരു എറർ വരുമോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് സച്ച് അപ്പോളജീസ്. ഐ റിയലി റിഗ്രറ്റ് ഫോർ ദാറ്റ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് അപ്പോളജൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ ഒരാൾ നിങ്ങളോട് സോറി പറഞ്ഞു, ദാറ്റ് മാൻ ഹാസ് അപ്പോളജൈസ്ഡ് വിത്ത് യു. അപ്പം നമ്മൾ എന്ത് പറയണം? ഒരു സ്മൈൽ അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത്രയൊക്കെ നമ്മൾ പറയാറുള്ളൂ. അപ്പം നമ്മുടെ റെസ്പോൺസസ് കുറച്ചുകൂടി എന്താണ് കൺവിൻസിങ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലതാക്കാൻ നമുക്ക് എന്തൊക്കെ പോസിബിൾ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. പോസിറ്റീവ് റെസ്പോൺസസ്. അപ്പം റെസ്പോൺസസ് പലതുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരാൾ സോറി പറയുമ്പോൾ അവർ നമ്മളോട് ചെയ്ത കാര്യം നമുക്ക് തീരെ ഫൊഗീവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ വി കാൺട്ട് ആക്സെപ്റ്റ് ദെയർ അപ്പോളജി, റൈറ്റ്? അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ ഓക്കെ, ഐ എം ഹാപ്പി, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ആ അപ്പോളജി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ റെസ്പോൺസസ് കൊടുക്കും, നമ്മളത് റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ റെസ്പോൺസസ് കൊടുക്കും. അപ്പോൾ ഒരു കുറച്ച് റെസ്പോൺസസ് ഇവിടെയുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ്സ് ഓക്കെ, നോട്ട് എ ബിഗ് ഡീൽ. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രോബ്ലം, ജസ്റ്റ് ലീവ് ഇറ്റ്. അതാണ് നോട്ട് എ ബിഗ് ഡീൽ. ദെൻ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ വിൽ ഫൊർഗീവ് യു ബട്ട് പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഈ ലാസ്റ്റ് പറഞ്ഞത് യു ആർ റിയലി ഷേക്കൺ ബൈ ദ തിങ് ദാറ്റ് ഇസ് ഡൺ ബൈ ദ അതർ പേഴ്സൺ. ഓക്കെ, മറ്റേ ആൾ ചെയ്ത ആ ഒരു പ്രവൃത്തി നിങ്ങളെ നല്ലോണം ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഒരു വാർണിംഗ് പോലെ, ഐ വിൽ ഫൊർഗീവ് യു ബട്ട് പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി നെഗറ്റീവ് റെസ്പോൺസസ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ യു ക്യാൻ ആൻസർ ഇറ്റ് ലൈക്ക്, ഐ അപ്രീഷിയേറ്റ് യുവർ അപ്പോളജി ബട്ട് ഐ വോണ്ട് ഫൊർഗീവ് യു ഫോർ ദിസ്. ഓക്കെ, അല്ലെങ്കിൽ ഐ കാൺട്ട് ആക്സെപ്റ്റ് യുവർ അപ്പോളജി, അല്ലെങ്കിൽ ഐ കാൺട്ട് ഫൊർഗീവ് യു ഫോർ ദാറ്റ്. അങ്ങനെ നമുക്ക് പറയാം. സോ ദീസ് ആർ ദ തിങ്സ് വിച്ച് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ യു ആർ മേക്കിംഗ് സം അപ്പോളജി ടു സം വൺ. ഓക്കെ, ദെൻ ആസ്കിങ് ഫോർ ഇൻഫർമേഷൻ. ഇതാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് കോൺവെർസേഷൻ സ്കിൽ. ആസ്കിങ് ഫോർ ഇൻഫർമേഷൻ മീൻസ് എൻക്വയറിങ് സംതിങ്. ഓക്കെ, നമ്മൾ ഒരു കാര്യം, നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു ഓഫീസിലോട്ട് കടന്നു ചെല്ലുക, അല്ലെങ്കിൽ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലേസിൽ നമ്മൾ പോകുമ്പോഴും നമ്മളവിടെ നമ്മൾ ഓപ്പോസിറ്റ് പേഴ്സണിനോട് എങ്ങനെ നമ്മൾ എൻക്വയറി ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ്, റൈറ്റ്? നമ്മൾ വളരെ പൊളൈറ്റായിരിക്കണം, നമ്മൾ വളരെ ഹമ്പിളായിട്ട് വേണം അവരോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, കാരണം ആവശ്യം നമ്മളുടേതാണ്, റൈറ്റ്? അപ്പം നമ്മൾ എത്ര അട്രാക്റ്റീവായിട്ടും എത്ര നല്ല പൊളൈറ്റായിട്ടാണോ നമ്മൾ പറയുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പം എങ്ങനെ നമ്മുടെ എൻക്വയറീസിനെ എന്താക്കാം, കുറച്ചുകൂടി അട്രാക്റ്റീവും പൊളൈറ്റുമാക്കാം? ദർ ആർ സം ഫ്രേസസ്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. Asking for information. Sometimes you want to ask English people for information.
In English, it is not very polite to start a conversation with a direct question. For this reason, we have a number of phrases. അപ്പം നേരെ ചാടിക്കയറി നമ്മുടെ കാര്യം ചോദിക്കുന്നതിൽ ഒരു കാര്യമില്ല. കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് പൊളൈറ്റായിട്ട് നമ്മൾ നമ്മുടെ കാര്യം പ്രസൻറ്റ് ചെയ്യുന്നതിലാണ് കാര്യം. ഓക്കെ, സോ ദർ ആർ സം എക്സ്പ്രഷൻസ് ആൻഡ് ഒക്കേഷൻസ് വെയർ യു ക്യാൻ യൂസ് ദിസ്. അപ്പം ക്യാൻ യു ടെൽ മീ ഓർ കുഡ് യു ടെൽ മീ. ക്യാൻ യു ടെൽ മീ അല്ലെങ്കിൽ കുഡ് യു ടെൽ മീ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മളെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അതിൽ ക്യാൻ യു ടെൽ മീ എന്ന് പറയുന്നത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ പിയർ ഗ്രൂപ്പിനടുത്തോ ആണ് നമ്മൾ ക്യാൻ യു എന്നുള്ള ഫ്രേസ് അധികം യൂസ് ചെയ്ത് കാണാറുള്ളത്. കുഡ് യു ആണ് കുറച്ചുകൂടി എന്താണ് പൊളൈറ്റും കുറച്ചുകൂടി വീക്ക് അല്ലെങ്കിൽ മോഡസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ ടു ഗെറ്റ് ടു ദ ബസ് സ്റ്റോപ്പ്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഫോർ ഡൂയിങ് ദിസ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ കുഡ് യു കുറച്ചുകൂടി പൊളൈറ്റാണ്. ക്യാൻ യു ഇസ് ഓക്കെ, ബട്ട് ക്യാൻ യു ഇസ് ഓഫൺ യൂസ്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്. ഓക്കെ, ദെൻ ഐ വുഡ് ലൈക്ക് ടു നോ, അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഡു യു നോ ഓർ ഡു യു ഹാവ് എനി ഐഡിയ ഓർ ഡു യു ഹാപ്പൻ ടു നോ. ഇതാണ് വേറെ കുറച്ച് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. വി യൂസ് ദീസ് ഫ്രേസസ് ഇഫ് വി ആർ നോട്ട് ഷുവർ വെദർ ഓർ നോട്ട് ദ പേഴ്സൺ വി ആർ സ്പീക്കിംഗ് ടു നോ ദ ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ ചോദിക്കുന്ന ആൾക്ക് ആൻസർ അറിയോ ഇല്ലയോ നമുക്കറിയില്ല. സോ ഇറ്റ് ഈസ് എന്താണ് ഒരു പ്രോബബിലിറ്റിയാണ്, നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന്. അപ്പം നമ്മൾ ഉറപ്പുള്ള ആളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഡു യു ഹാവ് എനി ഐഡിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ വി ആർ നോട്ട് ഷുവർ വെദർ ദാറ്റ് പേഴ്സൺ ഇസ് ഹാവിങ് എനി ഐഡിയ അബൌട്ട് ദിസ് തിങ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഡു യു നോ അല്ലെങ്കിൽ ഡു യു ഹാവ് എനി ഐഡിയ എന്നൊക്കെ പറയാം. ഇപ്പോൾ ക്യാൻ യു ടെൽ മീ എന്നൊക്കെ പറയുമ്പം അവിടെ എന്താണ് അവർക്കറിയാം. ഓക്കെ, നമ്മളിപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ അങ്ങനെ നമ്മൾ ചോദിക്കും. കാരണം വി നോ ദാറ്റ് ദ ടീച്ചേഴ്സ് നോ ദ ആൻസർ. ഓക്കെ, ബട്ട് ഡു യു ഹാവ് എൻ ഐഡിയ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ വി ആർ നോട്ട് ഷുവർ, റൈറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒക്കേഷൻസിൽ നമുക്കിതൊക്കെ ചോദിക്കാം. ദെൻ വേറെ ഒരു ടേമാണ് കുഡ് എനി വൺ ടെൽ മീ ഓർ ക്യാൻ എനി വൺ ടെൽ മീ. ഇവിടെ ഈ എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യുക വെൻ വി ആർ അഡ്രസ്സിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. വി യൂസ് ദിസ് എക്സ്പ്രഷൻ വെൻ വി ആർ അഡ്രസ്സിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പം ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്കിങ്ങനെ പറയാം ക്യാൻ എനി വൺ ടെൽ മീ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വന്നതാണ്, വി ഡോണ്ട് നോ വാട്ട് ഇസ് ഗോയിങ് ഓൺ ദെയർ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞു തരുമോ എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അഡ്രസ്സ് ചെയ്യാനാണ് ക്യാൻ എനി വൺ അല്ലെങ്കിൽ കുഡ് എനി വൺ ടെൽ മീ എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാം. ദെൻ ദ ഫൈനൽ തിങ്സ് ഐ വണ്ടർ ഇഫ് യു കുഡ് ടെൽ മീ, ഐ വണ്ടർ ഇഫ് സമ്മൺ വുഡ് ടെൽ മീ. ഇത് ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻഡയറക്റ്റ് വേ ടു ആസ്ക് സമ്മൺ സംതിങ്. ഓക്കെ, ഐ വണ്ടർ ഇഫ് എനി വൺ ടെൽ മീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താണ് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു വേ ഓഫ് എൻക്വയറിങ് ഇൻഫർമേഷനാണ്. സി, ഐ വണ്ടർ ഇഫ് യു വുഡ് ടെൽ മീ ഹൂ ഐ നീഡ് ടു കോണ്ടാക്ട് ഫോർ ദിസ് വർക്ക്. Okay, so that's all about inquiring. Then you have a couple of questions here and the answers here. You can go through that. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്, അപ്പോളജൈസ് ചെയ്യാൻ, സോറി നമുക്ക് എങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയൊക്കെ സോറി പറയാം. അത് ഇൻഫോർമൽ ഒക്കേഷനിലും ഫോർമൽ ഒക്കേഷനിലുള്ള കുറച്ച് ടേംസ് നമ്മൾ നോക്കി. ഇനിയും ഒരുപാട് ടേംസ് ഉണ്ട്. യു ക്യാൻ ഗൂഗിൾ ഇറ്റ്, യു ക്യാൻ ഫൈൻഡ് മോർ ടേംസ് ആൻഡ് എൻറിച്ച് യുവർ വൊക്കാബുലറി. പിന്നെ എങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു അൺനോൺ അല്ലെങ്കിൽ ഒരു അൺഫെമിലിയർ ഒക്കേഷൻ വരുമ്പോൾ എങ്ങനെ നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാം അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.